നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുന്ന നേരം ക്യാമറ ക്വാളിറ്റിയുള്ള ഫോൺ നോക്കിയാൽ വാങ്ങുക. എന്തിനാ? നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ. നമ്മളിപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള ക്യാമറയിൽ എത്ര നല്ല ഫോട്ടോ എടുത്താലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം. നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന സ്ഥലം ശരിയായില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ അത് മറ്റൊരുത്തിൽ നിന്ന് വിദേശത്തു നിന്നോ അല്ലെങ്കിൽ ഈഫൽ ടവറിൻ്റെ ഇരിയത്തു നിന്നൊക്കെ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ താജ്മഹലിൻ്റെ അടുത്ത് നിന്നൊക്കെ എടുത്ത ഫോട്ടോ ആക്കി നമുക്ക് മാറ്റണം. നമുക്കൊന്നും അവിടെ പോകാനൊന്നും ആകുന്നില്ല. എങ്ങനെ നമുക്ക് ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, എന്നിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഫോട്ടോ കൂട്ടിച്ചേർക്കാം? ഇതാണ് വീഡിയോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വീഡിയോ മുമ്പ് ചെയ്തിനും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാണ്ട് ഒരു വെബ്സൈറ്റിൽ കൂടെ, അതായത് remove.bg എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. പക്ഷെ അതിലുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ മാത്രമാവും ഒരു PNG ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ അത് ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനാകും. എന്നാൽ അതിനേക്കാട്ടിലും ബെറ്ററായിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റൊരു ഫോട്ടോയിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ട്രിക്കാണ് വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഫോട്ടോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആ remove.bg എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് റിമൂവ് ചെയ്യാമെന്ന്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ remove.bg എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സെർച്ച് റിസൾട്ടിൽ ആദ്യം വരുന്ന remove.bg എന്നുള്ള ഈ സംഭവം ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ളിടത്ത് കൂടെ നമ്മളെ ഫോണിലുള്ള ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്ത് സെക്കൻഡ് വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാനായി. ഇത് മാറ്റുക മാത്രമല്ല, ഇവിടുന്ന് ചെറിയ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എഡിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താഴെ ഭാഗത്ത് ഇതിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം, കണ്ടോ. പക്ഷേ നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോത്തിലേക്ക്, അതായത് ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോത്തിൻ്റെ കൂടെ നമ്മളെ ഫോട്ടോ വെക്കണമെങ്കിൽ അത് ഇതിൽ നടക്കില്ല. നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് എടുക്കാനാവില്ല. ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോത്തിലേക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കൂട്ടിച്ചേർക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോ ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലെങ്ങനെയാണ് നമ്മളൊരു ഫോട്ടോ കൂട്ടിച്ചേർക്കുന്നത്, എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ലോഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ള ഒരു ബട്ടൺ കാണും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഹൗ ടു യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്യാൻ നമ്മൾ ഗ്യാലറി പെർമിഷൻ കൊടുക്കണം, അത് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്ക് ഡയറക്റ്റ് പോകും. ഇവിടെ നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇങ്ങനെ വരും. ഇവിടെ മേലെ ആഡ് ഫോട്ടോ എന്നുള്ള രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത്, ഇത് നമ്മൾ ചങ്ങായി കേട്ടോ, ഇവിടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുന്ന. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് മാറ്റിയെടുക്കാം. ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ ഇതിലേക്ക് ഈ ഫോട്ടോ വന്ന് ഇത് വലുതാക്കോ ചെറുതാക്കോ ഒക്കെ ചെയ്യുക. അതിനുശേഷം കട്ട് എന്നുള്ള ഒരു കത്രികൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതിലൊന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒറ്റ കളർ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓട്ടോയിലിട്ട് അതിന് ശേഷം ആ കളർ തീർത്ത് പോയി. ഇത് പല കളറിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓട്ടോയിൽ വരാത്തത്. ഒറ്റ കളറാവണ്ടേ ഈ ഓട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഒറ്റ ക്ലിക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സംഗതികളും നമുക്ക് മായ്ക്കാനാവും. അതിന് വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ മാജിക് കൂടെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാവും. ഇവിടെ മാജിക് സൂം എടുക്കുക. സൂം എടുത്തിട്ട് ഇതൊന്ന് വലുതാക്കി കൊടുക്കുക. വലുതാക്കിയിട്ട് മാജിക്കിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അത്ര കറക്റ്റൊന്നും ആക്കുന്നില്ല. നിങ്ങൾ കറക്റ്റാക്കി അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ടിക്ക് മാർക്ക് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ട്, ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വേഗം ചെയ്തത് കൊണ്ട് അത്ര കറക്റ്റൊന്നും ആക്കിയില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഇവിടെ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക.
ടിക്ക് മാർക്ക് കൊടുത്താൽ ആ ഫോട്ടോ ഇതിലേക്ക് വന്ന് ഇത് നമുക്ക് വലുതാക്കോ ചെറുതാക്കോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് ഇത് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ, അതായത് തല തിരിക്കണേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തല തിരിഞ്ഞ് വരും. അതൊക്കെ വേണ്ടിയ പോലെ ചെയ്യുക. കളറ്, ഷാഡോ, കളറൊക്കെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് അതെല്ലാം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒപ്പാസിറ്റി ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഷാഡോ കൊടുക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗാലറിയിലേക്ക് ഇത് സേവ് ആവും. ഇവിടുന്ന് നമുക്കെടുത്ത് ഷെയർ ചെയ്യുകയോ എന്തും വേണേൽ ചെയ്യാം. സംഭവം അടിപൊളിയാട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റൊരു ഫോട്ടോയിലേക്ക് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു എനിക്ക് തോന്നിയത്. ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് നമുക്കൊരു ബൂസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.